Okay, in this class we are discussing about log amplifiers. Okay, log amplifiers and anti-log amplifiers. In syllabus we have only log amplifiers. So log amplifiers can be designed by using diode as well as a transistor. First we will design a log amplifier using diode and later modified it into an amplifier using transistor. Here you can see the figure of a log amplifier. Okay, it is similar to non-inverting amplifier configuration. The input is given to non-inverting terminal of op-amp, and in the feedback path we are employed a diode instead of resistance. Okay. അപ്പോൾ ഇത്രയാണ് ലോക്ക് ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ട് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഈ ലോക്ക് ആംപ്ലിഫയർ നമുക്കറിയാം, ലോഗ് ഡിഫറെൻറ്റ് സിഗ്നൽസിനെ നമുക്ക് ക്യൂബ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ റൂട്ട് കണ്ടുപിടിക്കാൻ, മൾട്ടിപ്ലൈ ചെയ്യാൻ, അതിനൊക്കെ നമുക്ക് ലോക്ക് ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്യാം. വൺ ഓഫ് ദ എസെൻഷ്യൽ പാർട്ട് ഓഫ് അനലോഗ് കമ്പ്യൂട്ടർ ആൻഡ് സിഗ്നൽ പ്രോസസ്സിങ്ങിന് ഒക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? ലോക്ക് ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻ ദിസ് ഫിഗർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വി ഡി കുറച്ച് വോൾട്ടേജസ് ഉണ്ട്. വി ഔട്ട് ഈസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ്, വി ഡി ഈസ് ദ ഫോർവേഡ് വോൾട്ടേജ് അക്രോസ് ദ ഡയോഡ്, ഐ ഡി എന്ന് പറയുന്നത് ഫോർവേഡ് കറണ്ട് ത്രൂ ദ ഡയോഡ് ആൻഡ് ഇൻപുട്ട് കറണ്ട് ഐ ആർ. ഓക്കെ, then we will move into the analysis of the circuit. Okay, from this figure we can see that in non-inverting configuration, non-inverting terminal is grounded. So the concept of virtual ground, we can say that the voltage at this node is also zero. Voltage is zero. Let us assume this node is node A or B, whatever. About the voltage VB is zero because this voltage here is also 0 volt. So virtual ground or virtual concept, we can say that VB is 0. Okay, then we can write IR. IR is the input current. IR എന്ന് പറയുന്നത് from the source VIN to node B flowing. IR is flowing from from this source to node B. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഐ ആർ ഇസ് ഈക്വൽ ടു വി ഇൻ മൈനസ് വി ബി. വി ബി ഇസ് 0. അപ്പോൾ വി ഇൻ ഇൻപുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. ഓക്കെ, സിമിലർലി വി ക്യാൻ റൈറ്റ് op-amp കോൺഫിഗറേഷൻ ആയതുകൊണ്ട് അപ്ലൈ KCL at node B. അപ്പോൾ അപ്ലൈയിങ് KCL, we will get applying KCL at node B, we get IR is equal to ID എന്ന് കിട്ടി. ഓക്കെ, IR is equal to ID എന്ന് കിട്ടി. ഇനി നമുക്ക് that is same as IRൻ്റെ എക്സ്പ്രഷൻ V in by resistance R. ഓക്കെ, ദെൻ നമുക്കൊരു ലൂപ്പുണ്ട്. ഇവിടെ ഒരു ലൂപ്പുണ്ട്. ഈ ഒരു ലൂപ്പ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, വെൻ വി കൺസിഡർ ദിസ് ലൂപ്പ് ഹിയർ, ദെൻ അപ്ലൈ കെ വി എൽ. ആ ലൂപ്പിനകത്ത് 2 വോൾട്ടേജ് ഉണ്ട്. ഓക്കെ, അപ്ലൈയിങ് കെ വി എൽ, അപ്ലൈയിങ് കിർച്ചോഫ് വോൾട്ടേജ് ലോ, വി വിൽ ഗെറ്റ് വി ഔട്ട് ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ വി ഔട്ട് പ്ലസ് വി ഡി ഈക്വൽ ടു 0 എന്ന് കിട്ടും. വി ഔട്ട് പ്ലസ് വി ഡി ഇസ് ഈക്വൽ ടു 0, അല്ലെങ്കിൽ വി ഔട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് ദ ആംപ്ലിഫയർ, വി ഔട്ട് ഇസ് ഈക്വൽ ടു മൈനസ് വി ഡി എന്നും കിട്ടി. ഓക്കെ, വി ഔട്ട് ഇസ് ഈക്വൽ ടു മൈനസ് വി ഡി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ സർക്യൂട്ട് കോൺഫിഗറേഷൻ നമുക്ക് കിട്ടി. ഐ ആർ ഇസ് ഈക്വൽ ടു ഇൻപുട്ട് കറണ്ട്, ഐ ആർ ഇസ് ഈക്വൽ ടു വി ഇൻ ബൈ ആർ, അത് നമുക്ക് കിട്ടി. ഐ ആർ ഇസ് ഈക്വൽ ടു വി ഇൻ ബൈ ആർ. Then IR is equal to ID, that is equal to V in by R. Then output voltage is equal to the negative of voltage drop, forward voltage drop across the diode VD. Okay, അപ്പോൾ ഇത്രയും 3 കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടി. ദെൻ നമുക്ക്
we have to look into the relation between VD and ID. VD and ID. ID നമ്മൾ forward voltage across the diode and VD is the voltage. അപ്പോൾ ഇത് രണ്ടും നമ്മൾ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഡയോഡ് ID is equal to IS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. റിവേഴ്സ് ചിലയിടത്ത് I0 എന്ന് സ്പെസിഫൈ ചെയ്യാറുണ്ട്. ദെൻ ഇ ടു ദ പവർ VD. VD എന്ന് പറഞ്ഞാൽ ഫോർവേഡ് വോൾട്ടേജ് അക്രോസ് ഡയോഡ്. നേരത്തെ നമ്മൾ എഴുതിയ VD ബൈ ഈറ്റ. ഈറ്റ എന്ന് പറയുന്നത് ഐഡിയാലിറ്റി ഫാക്ടർ. ഐഡിയാലിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് ഫോർ ഐഡിയൽ ഡയോഡ് ഇറ്റ് ഈസ് 1. ദെൻ റിയൽ കേസ് വരുമ്പോൾ ഇറ്റ് ലൈസ് ബിറ്റ്വീൻ 1 to 2. So ideality factor eta into threshold voltage. നമ്മൾ പറഞ്ഞു ഡയോഡിൻ്റെ ത്രെഷോൾഡ് വോൾട്ടേജ് VT -1 എന്ന് പറയും. ഓക്കെ, സാധാരണഗതിയിൽ ദിസ് ടൈം ഇ ടു ദ പവർ VD ബൈ ഈറ്റ VT എന്ന് പറയുന്നത് very much higher than 1. Okay, therefore we can eliminate that -1 term from that equation and rewrite ID is equal to IS into e to the power VD by eta VT. Okay, now we have another expression for ID. Okay, then ID നമുക്ക് ഇത്രയും കുറേ ഡാറ്റാസ് നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ID is equal to IR is equal to V in by R എന്ന് നമ്മൾ പറഞ്ഞു. ദെൻ V out is equal to minus VD എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ദെൻ ID is again is equal to reverse saturation current into e to the power VD divided by eta times VT. ഓക്കെ, ഇപ്പം നമ്മൾ ദെൻ ഒരു ഇക്വേഷൻ കൂടെ അവിടെ നിന്നുണ്ടായിരുന്നു. IR ID is equal to, okay, that is same as this thing. Now നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we are considering the equation of ID. അപ്പോൾ IS അപ്പുറത്തേക്ക് വരുമ്പോൾ ID by IS is equal to e to the power voltage V divided by eta VT. Then take natural logarithm on both sides. അപ്പോൾ നമുക്ക് ഈ ടേം എലിമിനേറ്റ് ചെയ്തു. അപ്പോൾ ലോഗരിതം ഓഫ് ID ബൈ IS ഇസ് ഈക്വൽ ടു ബേസ് ഇ ആണ് നാച്ചുറൽ ലോഗരിതത്തിൻ്റെ VD ഡിവൈഡഡ് ബൈ ഈറ്റ VT. ഓക്കെ, ഐഡിയാലിറ്റി ഫാക്ടർ ഇൻറ്റു ദിസ് വോൾട്ടേജ് എന്ന് നമുക്ക് കിട്ടി. ദെൻ VD ഇസ് ഈക്വൽ ടു നമുക്കറിയാം അതൊന്ന് VD ഇസ് ഈക്വൽ ടു ഈറ്റ ടൈംസ് VT ln ID by IS. Okay, and ID by IS and ID is equal to IR is equal to നമുക്കറിയാം ID is equal to V in input voltage by resistance. അത് ഈ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ VD എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു മൈനസ് വി ഔട്ട്. അപ്പോൾ മൈനസ് വി ഔട്ട് അല്ലെങ്കിൽ വി ഔട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഈറ്റ വി ടി ലോഗരിതം ഓഫ് ഐ ഡിക്ക് നമുക്ക് എന്ത് എഴുതാം? വി ഇൻ ബൈ ആർ ഇൻറ്റു ഐ എസ്. Okay, now we have an expression for output voltage of log amplifier. അതായത് output voltage is equal to a logarithmic function of input voltage divided by R into I of S. ഇപ്പോൾ നമുക്ക് നോക്കി കണ്ടാൽ മനസ്സിലാവും output voltage depends on ideality factor and it also depends on threshold voltage and input voltage and resistance, then reverse leakage current. So mainly we can say that output voltage is directly proportional to the ideality factor and threshold voltage. Both of these values are depends on the temperature. With the increasing temperature, ideality factor and threshold voltage also
changes. Okay, because of this ideality factor, what will happen that the dynamic range of the amplifier configuration is reduced. So in order to improve the dynamic range, we use transistor in place of diode. So one of this combination is log amplifier using diode. Then to improve the dynamic range of this configuration, we use log amplifier consisting of transistor. Generally we are replacing the diode with a transistor. Okay, this is the circuit diagram that employs a transistor in place of diode. This configuration is called trans diode configuration. Trans diode configuration എന്ന് നമ്മൾ പറയും. Trans diode configuration. Okay. Trans diode configuration. Then ഇതെന്താണ് നമ്മൾ പറഞ്ഞത്? We are using it to improve the dynamic range. Dynamic range. Okay. ഇവിടെ നമുക്ക് we can observe that the circuit can see that from this circuit we can see that the base is at ground. Okay. We can see that the base of this transistor B, that is grounded. Okay, similarly here the collector node അല്ലെങ്കിൽ collector terminal C is also at ground കാരണം because of the virtual ground concept, the collector of the transistor also at ground polarity. അപ്പോൾ now both base and collector are in ground polarity. Base and collector terminal are in ground polarity. Okay. അപ്പോൾ നമുക്ക് എന്ത് പറയാം? കളക്ടർ ബേസ് ജംഗ്ഷൻ. കളക്ടർ ബേസ് ജംഗ്ഷൻ നമുക്ക് കളക്ടർ ബേസ് ജംഗ്ഷൻ grounded. Okay. And then we have only base emitter junction. Base emitter junction will be the active junction. Base emitter junction will be the active junction. Okay. Therefore നമുക്ക് ബേസ് എമിറ്റർ ജംഗ്ഷൻ ഒരൊറ്റ ജംഗ്ഷൻ മാത്രമേ നമുക്ക് ഇവിടെ എന്തായിട്ടുള്ളൂ, ആക്റ്റീവ് ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് പ്രാക്ടിക്കലി അല്ലെങ്കിൽ ഇഫക്റ്റീവ്ലി ദ ട്രാൻസിസ്റ്റർ വിൽ ബി ആക്ട് ആസ് എ ഡയോഡ്. ട്രാൻസിസ്റ്റർ സെയിം തന്നെ ഡയോഡിൻ്റെ അതേ ഒരൊറ്റ ഡയറക്ഷനിൽ കണ്ടക്ഷൻ നടത്തുന്നുള്ളൂ. ബേസ് എമിറ്റർ ജംഗ്ഷൻ മാത്രമേ അവിടെ ആക്റ്റീവ് ആയിട്ടുള്ളൂ. ട്രാൻസിസ്റ്റർ ഇഫക്റ്റീവ്ലി ആക്ട് ആസ് എ diode. Okay. Now നമ്മൾ നേരത്തെ പറഞ്ഞ as we already discussed IR ഉണ്ട്, അവിടെ കറണ്ട്. ദെൻ നമുക്കിവിടെ കളക്ടർ കറണ്ട് IC മാർക്ക് ചെയ്യാം. സിമിലർലി എമിറ്റർ കറണ്ട് IE. ഓക്കെ. അതേമാതിരി ദിസ് വോൾട്ടേജ് അറ്റ് ദിസ് നോഡ് ബിയിലെ വോൾട്ടേജ് ഇവിടെ 0 ആയതുകൊണ്ട് ഇവിടെ ഗ്രൗണ്ട് ചെയ്തുകൊണ്ട് ആസ് എ വിർച്വൽ ഗ്രൗണ്ട് കോൺസെപ്റ്റ് ഹിയർ ഓൾസോ 0 volt. And നമുക്ക് നെക്സ്റ്റ് ഡയഗ്രാം പോയാൽ മനസ്സിലാവും. ഓക്കെ, ദിസ് വോൾട്ടേജ് ഹിയർ ഈസ് 0 ആൻഡ് IC IE. ദെൻ ഇവിടെ നമുക്ക് ഇതൊരു ലൂപ്പായിട്ട് കൺസിഡർ ചെയ്യാം. ബേസ് എമിറ്റർ ജംഗ്ഷനും ദെൻ അവിടുത്തെ വോൾട്ടേജ് ഉണ്ടാവും VBE. ദെൻ അവിടെ ഗ്രൗണ്ടഡ് ആണ്. ദെൻ ഔട്ട്പുട്ട് Vout. അപ്പോൾ ഈ ഒരു ജംഗ്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റും ഔട്ട്പുട്ട് വോൾട്ടേജ് Vout is equal to minus VBE. ആ ഒരു ബൈ യൂസിങ് KVL, ആ ഒരു ലൂപ്പ്, അതായത് ആ റെഡ് കളറിൽ ഞാൻ നേരത്തെ വരച്ച് ഈ ഒരു ലൂപ്പ് നോക്കുമ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? യൂസിങ് KVL we can write Vout is equal to minus VBE. അതുപോലെ തന്നെ
ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ ആയതുകൊണ്ട് ഐ സി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഐ ഇ ആണ് നമുക്ക്. ദെൻ അതുപോലെ കെ വി എൽ അവിടെ നോഡ് ബിയിൽ നമ്മൾ കെ വി എൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഐ ആർ ഇസ് ഈക്വൽ ടു ഇൻപുട്ട് കറണ്ട് ഐ ആർ ഇസ് ഈക്വൽ ടു ഐ സി യൂസിങ് Kirchhoff current law. Okay, Kirchhoff current law KCL, we can say that IR is equal to IC. നേരത്തെ നമ്മൾ ഡിറൈവ് ചെയ്ത മാതിരി തന്നെ IR എന്ന് പറയുന്നത് വി ഇൻപുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ആയിരിക്കും. അത് തന്നെയായിരിക്കും ഐ സി എന്ന് പറയുന്നത്. ഡയോഡ് കറണ്ടിന് പകരം നമ്മളിവിടെ കളക്ടർ കറണ്ടായിട്ട് യൂസ് ചെയ്തു. അതേപോലെ വി ബി ഇ is equal to മൈനസ് ഔട്ട്പുട്ട് വോൾട്ടേജ്. വി ബി വി is equal to മൈനസ് വി ഔട്ട്, അല്ലെങ്കിൽ വി ഔട്ട് is equal to മൈനസ് ഓഫ് വി ബി ഇ. ഓക്കെ, now we have to write the current relation between IC, IS. നേരത്തെ നമ്മൾ ID ആൻഡ് VD തമ്മിലുള്ള റിലേഷൻ നമ്മൾ എഴുതി. ഇവിടെ നമ്മൾ ID മാറിയിട്ട് IC ആയി ആൻഡ് VD മാറിയിട്ട് VB ആയി. അപ്പോൾ now we have to write the equation for relation between IC and VBE. Relation between IC and VBE. ഐ എസ് നമുക്കറിയാം, നേരത്തെ നമ്മൾ പറഞ്ഞു റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. അപ്പോൾ ഐ സി ഈക്വൽ ടു നേരത്തെ എഴുതിയ അതേ ഒരു കോൺഫിഗറേഷൻ തന്നെ, ഐ സി ഈക്വൽ ടു ഐ എസ് ഇൻറ്റു ഇ ടു ദ പവർ വി ബി ഇ ഡിവൈഡഡ് ബൈ വി ടി. ഐഡിയാലിറ്റി ഫാക്ടർ ഈറ്റ അവിടെ വരുന്നില്ല. ഓക്കെ, ദെൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഇ ടു ദ പവർ വി ബി ബൈ വി ടി കൺസിഡർ ചെയ്യാം. അത് 1 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് വലുതായിരിക്കും. അപ്പോൾ ഐ സി വിഡ് ബി ഈക്വൽ ടു ഐ എസ് ഇൻറ്റു ഇ ടു ദ പവർ വി ബി ഇ ഡിവൈഡഡ് ബൈ വി ടി, ത്രെഷോൾഡ് വോൾട്ടേജ് വി ടി. ആൻഡ് നമ്മൾ നേരത്തെ എഴുതി ഐ സി ഇസ് ഈക്വൽ ടു ഐ ഇ എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ടായി. ദെൻ അതുപോലെ തന്നെ logarithm, taking log on, natural log on both sides. അപ്പോൾ logarithm of ln of IC by IS is equal to നമുക്ക് എന്ത് എഴുതാം, വി ബി ഇ ഡിവൈഡഡ് ബൈ വി ടി. ഓക്കെ, ദെൻ വി ബി ഇ is equal to മൈനസ് വി ഒ ടി. അതേമാതിരി അപ്പോൾ നമുക്ക് വി ബി ഇ equal to VT into natural logarithm of IC by IS. IC is equal to നമ്മൾ എഴുതിയിട്ടുണ്ട് IR എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ IC is equal to IR equal to V in by R എന്ന് നമ്മൾ നേരത്തെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ആൻഡ് VBE is equal to മൈനസ് വി ഒ ടി, വി ഔട്ട്. ഇത് രണ്ടും ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വി ഔട്ട് ഇസ് ഈക്വൽ ടു ഔട്ട്പുട്ട് വോൾട്ടേജ് വി ഔട്ട് ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ മൈനസ് വി ഔട്ട്, അപ്പം നെഗറ്റീവ് അപ്പുറത്തോട്ട് പോകുമ്പോൾ മൈനസ് വി ടി ഇൻറ്റു എൽ എൻ ഓഫ് നാച്ചുറൽ ലോഗരിതം ഓഫ് ഐ സിക്ക് പകരം വി ഇൻപുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ആർ ഇൻറ്റു ഐ എസ്. ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ output voltage in terms of ln of input, logarithmic amplifier. ഇൻപുട്ട് വോൾട്ടേജിനെ ആംപ്ലിഫൈ ചെയ്തു ലോഗ് ബേസിൽ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് എക്സ്പ്രഷൻ, നൗ വി ഹാവ് ദ എക്സ്പ്രഷൻ ഫോർ ഔട്ട്പുട്ട് വോൾട്ടേജ് വി മൈനസ് വി ടി ഇൻറ്റു എൽ എൻ ഓഫ് വി ഇൻ ഡിവൈഡഡ് ബൈ ആർ ഇൻറ്റു ഐ ഓഫ് എസ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം എന്താണ് ഐഡിയാലിറ്റി ഫാക്ടർ. ഈറ്റ ഈസ് 1, ദാറ്റ് ഈസ് സിമിലർ ടു ഐഡിയൽ ഡയോഡ്. ഐഡിയൽ ഡയോഡ് ഉപയോഗിക്കുന്ന അതേ പെർഫോമൻസ് നമുക്ക് കിട്ടും ഇഫ് യു യൂസിങ് ട്രാൻസിസ്റ്റർ ഹിയർ. സോ ദ dynamic range of the configuration can be increased.